ജർമ്മനിയിലെ മ്യൂണിക്കിലേക്ക് പറക്കുന്ന ഖത്തർ എയർവേസ് വിമാനത്തിലിരിക്കുകയാണ് ഞാൻ. വിമാനം താഴ്ന്നു പറക്കുകയാണ്. എയർപോർട്ടിനോടടുക്കുന്നുവെന്ന് സാരം. ഖത്തറിൽ നിന്നും രാവിലെ 8 മണിക്ക് പുറപ്പെട്ടതാണ്. ഇപ്പോൾ നേരം 1 മണിയോടടുക്കുന്നു. 1:15 വിമാനം മ്യൂണിക്കിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. താഴെ ബവേറിയ എന്ന ഭൂപ്രദേശത്തിന്റെ കൃഷിയിടങ്ങൾ. ബവേറിയ ജർമ്മനിയിലെ ഏറ്റവും സമ്പന്നമായ തെക്കൻ പ്രവിശ്യയാണ്. ഒരു സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ഒരു രാജ്യം തന്നെയാവാൻ സാമ്പത്തിക ചുറ്റുപാടുള്ള ജർമ്മനിയുടെ നട്ടെല്ലാണ് ബവേറിയ. ലോകത്തെ പ്രമുഖമായ ഓട്ടോമൊബൈൽ കമ്പനികളുടെയും നിരവധി ബാങ്കുകളുടെയും ലോകപ്രശസ്തമായ ടെക്നോളജി കമ്പനികളുടെയുമെല്ലാം കേന്ദ്രം. താഴെ കാണുന്നത് എയ്റ്റിംഗ് എന്ന ഗ്രാമമാണ്. 3000-ഓളം ആളുകളുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണത്. കൃഷിയിടങ്ങളുടെ വിശാലതയ്ക്ക് നടുവിൽ അങ്ങനെ നിരവധി ഗ്രാമങ്ങൾ. വിമാനത്താവളത്തോട് അടുത്തു കിടക്കുന്ന ഗ്രാമങ്ങളാണ്. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ദൃശ്യം പോലും ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണെന്ന് ഓർമ്മ വേണം. ഇപ്പോൾ താഴെ ഒരു ചെറിയ നദി കാണാം. ഡോർഫൻ എന്ന നദിയാണ്. അത് ക്രോസ് ചെയ്യുന്നതോടെ ഒബർഡിംഗ് എന്ന പ്രദേശത്തേക്കെത്തുന്നു. ഒരു വ്യവസായ പ്രദേശമാണ് ഒബർഡിംഗ്. ചെറുതും വലുതുമായി 400-ലധികം ഫാക്ടറികളുണ്ട് ഇവിടെ. കൃഷിയിടവും ചെറിയ വൃക്ഷനിരകളും കടന്ന് വിമാനം എയർപോർട്ടിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ധാരാളം പച്ചപ്പും കൃഷിയിടങ്ങളുമെല്ലാം എയർപോർട്ടിന് സമീപം കാണാം. മ്യൂണിക് നഗരത്തിന്റെ വടക്കുഭാഗത്തായാണ് എയർപോർട്ട്. നഗരത്തിൽ നിന്നും 28 കിലോമീറ്റർ അകലെ. ലുഫ്താൻസ എയർലൈൻസിന്റെ രണ്ടാമത്തെ ഹബ് ഈ എയർപോർട്ടാണ്. വിമാനം റൺവേയിൽ ഇറങ്ങി. മ്യൂണിക് എയർപോർട്ടിന് 2 റൺവേകളുണ്ട്, സൗത്തും നോർത്തും. സൗത്ത് റൺവേയിലാണ് വിമാനം ഇറങ്ങിയിരിക്കുന്നത്. നോർത്ത് റൺവേയ്ക്കും സൗത്ത് റൺവേയ്ക്കും മധ്യത്തിലാണ് ടെർമിനൽ ബിൽഡിംഗ്. കൃത്യം 1:15 വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ പുറത്തെ കാഴ്ചകൾ പകർത്തിക്കൊണ്ട് തന്നെയിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ വൃക്ഷസമൃദ്ധമായ ഒരു പ്രദേശത്തിന്റെ നടുവിലെ വിശാല മൈതാനത്താണ് എയർപോർട്ട് എന്ന് തോന്നും. ജർമ്മനിയിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളം ഇതാണ്. നേരത്തെ ഉണ്ടായിരുന്ന മ്യൂണിക് റിയം ഇന്റർനാഷണൽ എയർപോർട്ടിന് പകരമായി 1992 ഈ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചത്. ഇത് തുറന്ന ദിവസം തന്നെ പഴയ വിമാനത്താവളം അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. ഏതുതരം വിമാനത്തിനും ഇറങ്ങാവുന്ന 2 വലിയ റൺവേകളുള്ള എയർപോർട്ടാണിത്. ടെർമിനലിന്റെ 2 വശത്തായിട്ടാണ് റൺവേകൾ. അതിലെ തെക്കൻ റൺവേയിൽ ഇറങ്ങിയ ശേഷം ടെർമിനലിന് സമീപത്തേക്ക് നീങ്ങുകയാണ് ഞങ്ങളുടെ വിമാനം. 85 വിമാന കമ്പനികൾ ഈ എയർപോർട്ടിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നും വിമാനങ്ങൾ ഇവിടെ വന്നിറങ്ങുകയും യാത്ര പുറപ്പെടുകയും ചെയ്യുന്നു. താരതമ്യേന പുതിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ പരമാവധി സ്ഥല സൗകര്യം ഉപയോഗപ്പെടുത്തി ഏറ്റവും ആധുനിക രീതിയിലാണ് നിർമ്മാണം. പടിഞ്ഞാറൻ ജർമ്മനി ഒരു രാഷ്ട്രമായി നിലനിന്ന കാലത്ത് അവിടുത്തെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവായിരുന്ന ഫ്രാൻസ് ജോസഫ് സ്ട്രാസിന്റെ പേരാണ് വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്നത്. ഓരോ വർഷവും 4.5 കോടിയിലേറെ ആളുകൾ മ്യൂണിക് എയർപോർട്ട് വഴി കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക്. റൺവേയിൽ നിന്ന് വിമാനം ടാക്സി വേയിലൂടെ നീങ്ങുമ്പോൾ താഴെ കൂടി വലിയ ഹൈവേ കടന്നു പോകുന്നത് കാണാം. പുറത്തിറങ്ങിയ ശേഷം എനിക്കും താഴെ കാണുന്ന ആ വഴിയിലൂടെ വേണം നഗരത്തിലേക്ക് പോകാൻ. എയർപോർട്ട് ടെർമിനൽ 2 റൺവേകൾക്കിടയിലായതുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് അത്തരം പാതകൾ. യൂറോപ്പിലെ വിവിധ നഗരങ്ങളെ ബന്ധപ്പെടുത്തി ബജറ്റ് എയർലൈനുകളും ഇവിടെ നിന്നും ധാരാളമായി സർവീസ് നടത്തുന്നുണ്ട്. ഈ കിടക്കുന്നതെല്ലാം ബജറ്റ് എയർക്രാഫ്റ്റുകളാണ്. എയർപോർട്ട് കെട്ടിടങ്ങൾ കാഴ്ചയിൽ കൗതുകകരമല്ലെങ്കിലും മൊത്തത്തിൽ ഒരു കുലീനത്വമുണ്ട്. ലാളിത്യമാണ് മുഖമുദ്ര.
അതിന്റെ കളർ സ്കീമിനും രൂപകൽപ്പനയ്ക്കുമെല്ലാം ഒരു കുലീനത്വമുണ്ട്. വിമാനം ടെർമിനലിനോട് അടുക്കുകയാണ്. അതുമായി കൂട്ടിയോജിപ്പിക്കാനുള്ള എയ്റോ ബ്രിഡ്ജ് തയ്യാറായി നിൽക്കുന്നു. അതിലൂടെ വേണം യാത്രക്കാർക്ക് ടെർമിനൽ ബിൽഡിംഗിലേക്ക് നടക്കാൻ. 400-ലധികം പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു മഴ പെയ്തു തോർന്നതിന്റെ ലക്ഷണം താഴെ കാണാം. വിമാനം നിശ്ചലമായതോടെ ഞങ്ങൾ പുറത്തേക്കിറങ്ങാൻ റെഡിയായി. ഞാനും പുറത്തേക്ക് നടന്നു. ബിസിനസ് ക്ലാസ്സിലെ യാത്രികർക്ക് ആദ്യമിറങ്ങാം. ആദ്യമിറങ്ങുന്നതുകൊണ്ട് അധികം ക്യൂ നിൽക്കാതെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. 2 മാസത്തിനുള്ളിൽ ഷെങ്കൻ വിസയുമായി ഇവിടേക്കുള്ള എന്റെ 2ാമത്തെ വരവാണിത്. ആദ്യം ഫ്രാൻസിൽ വന്നിറങ്ങിയിട്ട് ബെൽജിയവും നെതർലൻഡ്സും കണ്ട ശേഷം മടങ്ങിയിരുന്നു. അന്ന് ഷൂട്ട് ചെയ്തതെല്ലാം സഞ്ചാരത്തിലൂടെ പ്രേക്ഷകർ കണ്ടതുമാണ്. 3 മാസത്തേക്കുള്ള ഷെങ്കൻ വിസ ലഭിച്ചിരിക്കുന്നതുകൊണ്ട് 3 തവണയെങ്കിലും ഇവിടേക്ക് വരാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുൻപ് 2 തവണ ഞാൻ വന്നിട്ടുള്ള രാജ്യമാണ് ജർമ്മനി. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി തീമാറ്റിക്കായി സഞ്ചാരം ചിത്രീകരിക്കാമെന്നാണ് തീരുമാനം. മൾട്ടിപ്പിൾ എൻട്രിയുടെ ഷെങ്കൻ വിസയുമായി യൂറോപ്പിലേക്ക് വരുമ്പോൾ ഏത് രാജ്യമാണോ ആ വിസയടിച്ചത് ആ രാജ്യത്തേക്ക് തന്നെ ആദ്യം വരണമെന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യ യാത്രയിൽ ഫ്രാൻസിൽ ചെന്നിറങ്ങിയത്. അതിനുശേഷമുള്ള വരവുകൾ ഏതു രാജ്യത്തേക്കുമാകാം. അതുകൊണ്ട് ജർമ്മനി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഞാൻ എമിഗ്രേഷൻ പരിശോധനയും കസ്റ്റംസ് ചെക്കുമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. വലിയ പരിശോധനയൊന്നുമില്ല, ഒരു ചടങ്ങ് മാത്രം. പാസ്പോർട്ട് കൊടുത്തു. അതൊന്നു നോക്കി സീലടിച്ച് തിരികെ തന്നു. എന്റെ ഒരു ബന്ധുവുണ്ട് മ്യൂണിക്കിൽ. ഞാൻ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പിലും സഞ്ചാരത്തിലുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ ഒരു കസിൻ ബിനു. ഇതാ ആൾ എത്തിക്കഴിഞ്ഞു. എന്റെ ഒരു അനുജനാണ്. കാറുമായാണ് ബിനു വന്നിരിക്കുന്നത്. 20 വർഷമായി മ്യൂണിക്കിൽ വസിക്കുന്ന ആളാണ് ബിനു. ഇവിടെ കാറിന്റെ പാർക്കിംഗ് ഫീസ് അടയ്ക്കണം. കാര്യങ്ങളെല്ലാം യന്ത്രവൽകൃതമാണ്. പണം വാങ്ങാനോ ചീട്ട് നൽകാനോ ആളുകളില്ല. കാർഡ് ചാർജ് ചെയ്തെടുക്കുക, എന്നിട്ട് അത് കൊണ്ടുപോയി അടുത്ത ഗേറ്റിലിട്ടാലേ പുറത്തേക്കിറങ്ങാൻ പറ്റൂ. അത്രയ്ക്ക് ലളിതമാണ് കാര്യങ്ങൾ. ബിനു കാറിന്റെ ഡിക്കി തുറന്നു തന്നു. വിശാലമായ ബൂട്ട് സ്പേസ്. പക്ഷെ അതിൽ വെക്കാനുള്ളത്ര ലഗേജൊന്നും എന്റെ പക്കലില്ല. ബിനു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും യാത്ര തുടങ്ങുകയാണ്. പുറത്ത് നല്ല തണുപ്പുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും തണുപ്പാണിവിടെ. അതിനാൽ മറ്റൊരു ജാക്കറ്റ് വാങ്ങണമെന്നുണ്ട്. മ്യൂണിക്കിൽ നിന്ന് തന്നെ ഒരു ജാക്കറ്റ് വാങ്ങാമെന്ന് തീരുമാനിച്ചു. അതിന് പറ്റിയ നല്ലൊരു കട കണ്ടുപിടിച്ചു തരാമെന്ന് ബിനു പറഞ്ഞു. ഇവിടെ നിന്നും 28 കിലോമീറ്റർ ദൂരമുണ്ട് സിറ്റിയിലേക്ക്. മ്യൂണിക് എന്നും മ്യൂണിച്ച് എന്നും വിദേശികൾ വിളിക്കുന്ന ഈ നഗരത്തെ ഇന്നാട്ടുകാർ വിളിക്കുന്നത് മ്യൂൺഷൻ എന്നാണ്. നമുക്ക് മ്യൂണിക് എന്ന് വിളിക്കാം. വലിയ തിരക്കൊന്നുമില്ല എയർപോർട്ട് റോഡിൽ. ജർമ്മനിയുടെ ആഠ്യത്വവും വൃത്തിയും സമ്പന്നതയും ഇവിടെയെല്ലാം കാണാം. അതിൽ വൃത്തി തന്നെയാണ് പ്രധാനം. തോന്നും വിധം ബോർഡുകളും മറ്റും സ്ഥാപിച്ചിട്ടില്ല. ജർമ്മനിയിൽ മാത്രമല്ല, യൂറോപ്പിന്റെ ഒരു ഭാഗത്തും അത്തരം വൃത്തിഹീനമായ സംഗതികളൊന്നും ഇന്ന് കാണില്ല. കടന്നു പോകുമ്പോൾ തൊട്ടപ്പുറം എയർപോർട്ടിന്റെ ഭാഗങ്ങൾ. ഇനി നഗരത്തിലേക്കുള്ള യാത്രയാണ്. ദൃശ്യങ്ങളെല്ലാം ഞാൻ പകർത്തിക്കൊണ്ടിരുന്നു. വിമാനത്താവളത്തിൽ നിന്നും മ്യൂണിക് സിറ്റിയിലേക്ക് പോകുന്ന ദിശയിലാണ് ബിനുവിന്റെ വീട്. എങ്കിലും ആദ്യം അവിടേക്ക് പോകേണ്ടതില്ലെന്നാണ് തീരുമാനം. ഉച്ച കഴിഞ്ഞുള്ള സമയം നന്നായി ഉപയോഗപ്പെടുത്തി പരമാവധി കാഴ്ചകൾ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടുത്തെ ഒരു IT കമ്പനിയിൽ നേതൃനിരയിൽ പ്രവർത്തിക്കുകയാണ് ബിനു. 2 ദശകമായി മ്യൂണിക്കിൽ തന്നെയാണ് താമസം. രാവിലെ കനത്ത മഴയായിരുന്നെന്നാണ് ബിനു പറഞ്ഞത്. ആകാശം മൂടിക്കെട്ടി നിൽക്കുന്നു.
എങ്കിലും രാവിലത്തെ മഴ കഴിഞ്ഞ് പ്രകൃതിക്ക് ഒരു പ്രസന്നഭാവം കൈവന്നിട്ടുണ്ട്. ഏറെ സുന്ദരമാണ് ജർമ്മനിയുടെ ഭൂപ്രകൃതി. ഞങ്ങൾ കുറെ നേരം വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. 2 മാസം മുൻപ് ബിനു നാട്ടിൽ വന്നിരുന്നു. എയർപോർട്ടിലേക്കും മറ്റും സർവീസ് നടത്തുന്ന ട്രെയിൻ കടന്നുപോകുന്നു. ഇന്നും നാളെയും മ്യൂണിക്കിലും പരിസര പ്രദേശങ്ങളിലും യാത്ര ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനടുത്ത ദിവസം പോളണ്ടിലേക്ക് പോകണം. അവിടുത്തെ ഓഷ്വിറ്റ്സ് ഉൾപ്പെടെയുള്ള ചരിത്ര സ്ഥലങ്ങൾ കാണണം. അവിടെ നിന്നും തിരികെ ബെർലിനിലെത്തണം. തുടർന്ന് ന്യൂറംബർഗിലേക്കായിരിക്കും യാത്ര. അവിടെ നിന്നും തിരികെ മ്യൂണിക്കിൽ വന്നിട്ട് വേണം നാട്ടിലേക്ക് മടങ്ങാൻ. ജർമ്മനിയിൽ 2ാം ലോകമഹായുദ്ധത്തിന്റെ വേദിയും പശ്ചാത്തലവുമായ പ്രധാന സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോവുക. ജർമ്മനിയിലെ തന്നെ വളരെ സമ്പന്നമായൊരു പ്രദേശമാണ് മ്യൂണിക്. ആഢ്യന്മാരുടെ പ്രദേശമാണ് സദേൺ ജർമ്മനി. അവർ ജർമ്മൻകാരാണെന്ന് തന്നെ പറയില്ല. ബയേൺ എന്നാണ് വിശേഷിപ്പിക്കുക. ബവേറിയയുടെ പ്രാദേശിക നാമമാണ് ബയേൺ. ബവേറിയ എന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് മ്യൂണിക്. ജർമ്മനിയിലെ പ്രമുഖമായ സാംസ്കാരിക കേന്ദ്രവുമാണ് മ്യൂണിക് നഗരം. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ബിനു 20 വർഷം മുൻപ് യൂറോപ്പിൽ വന്നിറങ്ങിയത് മ്യൂണിക്കിലാണ്. ആ കഥകളൊക്കെ ഞങ്ങൾ പങ്കുവച്ചു. മ്യൂണിക്കിലെ പ്രശസ്തമായ ബിയർ ഫെസ്റ്റിവൽ നടക്കുന്ന നാളുകളിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒക്ടോബർ ഫെസ്റ്റ് എന്ന ലോകപ്രശസ്തമായ ആഘോഷമാണത്. ബിയർ ഫെസ്റ്റിവലിൽ പങ്കുചേരുക എന്നതും ഇത്തവണത്തെ എന്റെ വരവിന്റെ ഒരു ഉദ്ദേശമാണ്. മ്യൂണിക്കുകാരുടെ ഏറ്റവും വലിയ ഉത്സവമായ ബിയർ ഫെസ്റ്റിവലിൽ പങ്കുചേരുക തന്നെ വേണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാളെ ബിയർ ഫെസ്റ്റിവൽ അവസാനിക്കുകയാണ്. ഇക്കൊല്ലം ഒക്ടോബർ 6-നാണ് ബിയർ ഫെസ്റ്റിവൽ അവസാനിക്കുക. ഷ്വാബിംഗ് എന്ന പ്രദേശമാണിത്. മ്യൂണിക്കിലെ ഒരു ബറോ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനാണ് ഷ്വാബിംഗ്. അവിടം പിന്നിട്ട് ലിയോപോൾഡ് സ്ട്രാസെ എന്ന സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ ഇടതുവശത്ത് ഇക്കാണുന്നത് ലുഡ്വിഗ് ചർച്ചാണ്. പാതയുടെ ഇരുഭാഗത്തും കാണുന്നതും ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളാണ്. ബവേറിയൻ സ്റ്റേറ്റ് ലൈബ്രറിയാണ് ഇപ്പോൾ ഇടതുവശത്ത്. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിലൊന്നാണ് ഞങ്ങൾ ഈ കടന്നുപോകുന്ന ലിയോപോൾഡ് സ്ട്രാസെ. അങ്ങേയറ്റത്ത് കാണുന്നത് ഫെൽഡൻ ഹാലെ എന്നറിയപ്പെടുന്ന ഒരു സൈനിക സ്മാരകമാണ്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. സഞ്ചാരത്തിന്റെ ഇന്നത്തെ ചിത്രീകരണം അവിടെ നിന്നും ആരംഭിക്കാമെന്നാണ് തീരുമാനം. ഇവിടെ ഒരു ചെറിയ സ്ക്വയറുണ്ട്. അതിന്റെ നടുവിൽ ലുഡ്വിഗ് 1 രാജാവിന്റെ പ്രതിമയും. ലുഡ്വിഗ് സ്ട്രാസയിൽ ഒരിടത്ത് ഞങ്ങൾ കാർ നിർത്തി ഇറങ്ങി. ഒഡിയോൺസ് പ്ലാറ്റ്സ് എന്നാണ് ഈ പ്രദേശം മൊത്തത്തിൽ അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ രൂപപ്പെടുത്തിയ ബൃഹത്തായ ഒരു നഗരചത്വരമാണിത്. ലുഡ്വിഗ് രാജാവിന്റെ പ്രതിമയിൽ നിന്നും തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ബവേറിയയിലെ ഏറ്റവും പ്രമുഖനായ രാജാവായിരുന്നു ലുഡ്വിഗ് 1. 1825 മുതൽ 23 വർഷക്കാലം സർവപ്രതാപങ്ങളോടെ ബവേറിയ ഭരിച്ചയാൾ. 1848-ൽ ബവേറിയയിലുണ്ടായ ജനകീയ വിപ്ലവത്തെ തുടർന്നാണ് ലുഡ്വിഗ് സിംഹാസനം വിട്ടൊഴിഞ്ഞത്. അധികാരമൊഴിഞ്ഞെങ്കിലും തന്റെ പുത്രൻ മാക്സ്മിലിനെ കിരീടധാരണം നടത്തിയിരുന്നു ലുഡ്വിഗ്. തുടർന്നുള്ള 20 വർഷക്കാലം രാജകീയ പ്രൗഢിയോടെ ലുഡ്വിഗ് ജീവിക്കുകയും ചെയ്തു. പാതയുടെ ഇരുഭാഗത്തും ഏതാണ്ട് ഒരേ രൂപവും ഉയരവുമുള്ള മന്ദിരങ്ങൾ. തിയേറ്റിൻ ചർച്ച് എന്നറിയപ്പെടുന്ന ദേവാലയമാണിത്. ഒഡിയോൺസ് പ്ലാറ്റ്സിലെ 3.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു നിർമ്മിതി. പ്ലാറ്റ്സ് എന്നാൽ സ്ക്വയർ എന്നാണ് അർത്ഥം. കല്ല് വിരിച്ച് സുന്ദരമാക്കിയ ഒഡിയോൺസ് പ്ലാറ്റ്സ് 18-ാം നൂറ്റാണ്ട് മുതൽ തന്നെ മ്യൂണിക്കിലെ പ്രധാനപ്പെട്ട ചത്വരമായിരുന്നു ഇത്.
അങ്ങേയറ്റത്ത് ഫെൽഡൻ ഹാലെ എന്ന സ്മാരകം. ഉച്ച കഴിഞ്ഞതേ ഉള്ളൂവെങ്കിലും സ്ക്വയറിൽ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ഫെൽഡൻ ഹാലെയുടെ സമീപത്തേക്ക് നടന്നു. ഹിറ്റ്ലറുടെ താരോദയത്തിന്റെ പ്രധാന വേദികളിലൊന്നെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. നാസി പാർട്ടിയുടെ പല സമ്മേളനങ്ങൾക്ക് വേദിയായിട്ടുണ്ട് ഈ സ്ക്വയർ. ലോകചരിത്രം തന്നെ മാറ്റിയെഴുതിയ ഹിറ്റ്ലർ എന്ന സ്വേച്ഛാധിപതി ഉദയം കൊണ്ടതും വളർന്നതും മ്യൂണിക് നഗരത്തിലാണ്. ഒരു കാലത്ത് ഈ സ്ക്വയറിലൂടെ നടന്നിരുന്നയാളാണ് ഹിറ്റ്ലർ. ഇവിടെ കുറേ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു ടൂറിംഗ് ലൈബ്രറിയുണ്ട്. ആളുകൾ ലൈബ്രറികളിൽ പോകാതായതോടെ ലൈബ്രറി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയെത്തിയിരിക്കുകയാണെന്ന് തോന്നും. ജനങ്ങളെ തേടി ലൈബ്രറി സ്ക്വയറിലേക്ക് എത്തിയിരിക്കുന്നു. അതൊരു നല്ല മുന്നേറ്റമാണ്. ഒരു ഭാഗത്ത് തിയേറ്റിൻ ചർച്ച്. 1663 നിർമ്മിച്ചതാണിത്. ഇറ്റാലിയൻ ബറോക്ക് ശൈലിയിലാണ് നിർമ്മാണം. ഇറ്റലിക്കാരൻ തന്നെയായ ശില്പി അഗസ്റ്റിനോ ബാരേലിയാണ് പള്ളി രൂപകൽപ്പന ചെയ്തത് എന്നാണ് ചരിത്രം. ബവേറിയ ഭരിച്ച പ്രമുഖരായ രാജാക്കന്മാരെല്ലാം ആരാധനയ്ക്കായി വന്നിരുന്ന പള്ളിയാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് സഖ്യകക്ഷികളുടെ ആക്രമണത്തിൽ ഇതിന്റെ 3/4 ഭാഗവും തകർന്നടിഞ്ഞിരുന്നു. പള്ളിയുടെ മുന്നിൽ പ്രത്യേക രൂപമുള്ള ഒരു കൊടിമരമുണ്ട്. ബവേറിയയിലെ പട്ടണങ്ങളിലും ഉൾഗ്രാമങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള കൊടിമരങ്ങൾ പതിവ് കാഴ്ചയാണ്. ബവേറിയൻ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഓരോ ഇടത്തും സ്ഥാപിച്ചിട്ടുള്ള അത്തരം കൊടിമരങ്ങൾ. പോൾ ഫെസ്റ്റിവൽ തുടങ്ങിയ ആഘോഷങ്ങളും ഇവർക്കുണ്ട്. ഇതാണ് ഫെൽഡൻ ഹാലെ. ഫീൽഡ് മാർഷൽസ് ഹാൾ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ജർമ്മൻ രൂപാന്തരമാണ് ഫെൽഡൻ ഹാലെ എന്നത്. ബവേറിയൻ സൈന്യത്തിന് ആദരമർപ്പിച്ച് 1841 സ്ഥാപിച്ചതാണിത്. 30 വത്സര യുദ്ധത്തിലും നെപ്പോളിയനെതിരെയുള്ള യുദ്ധത്തിലും ബവേറിയൻ സൈന്യത്തെ നയിച്ച 2 സൈനിക മേധാവികളുടെ ശില്പങ്ങൾ ഈ സ്മാരകത്തിലുണ്ട്. നെപ്പോളിയനെതിരെ വീറുറ്റ പോരാട്ടം നടത്തിയ ബവേറിയൻ ആർമിയുടെ ധൈര്യത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായാണ് സ്മാരകം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ 20-ാം നൂറ്റാണ്ടായപ്പോൾ ഹിറ്റ്ലർ എന്ന ഭരണാധികാരിയുടെ പേരിലാണ് ഫെൽഡൻ ഹാലെ കൂടുതൽ പ്രശസ്തമായത്. 1923 നവംബർ 29 ബവേറിയൻ സ്റ്റേറ്റ് പോലീസും അഡോൾഫ് ഹിറ്റ്ലറുടെ അനുയായികളും തമ്മിൽ ഈ സ്മാരകത്തിനു മുന്നിൽ വെച്ച് ഒരു ഏറ്റുമുട്ടൽ നടന്നിരുന്നു. ബവേറിയയുടെ ഭരണം പിടിച്ചെടുക്കാനായി ഹിറ്റ്ലർ നടത്തിയ ആദ്യ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആ ഏറ്റുമുട്ടൽ. പിന്നീട് നാസികൾ തങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായി ഈ സ്മാരക പരിസരം മാറ്റിയെടുത്തു. പടവുകൾ കയറി മുകളിലെത്തുമ്പോൾ മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ് വേദിയിൽ. ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിലെ ബവേറിയൻ സാന്നിധ്യത്തെ പ്രതീകവൽക്കരിച്ചിരിക്കുന്നതാണ് ഈ ശില്പം. ഫെർഡിനൻഡ് വോൺ മില്ലൻ എന്ന ശില്പി 1892 നിർമ്മിച്ച ശില്പമാണിത്. 2 വലിയ സിംഹപ്രതിമകളുമുണ്ടിവിടെ. സഖ്യകക്ഷികളുടെ ബോംബിങ്ങിൽ മ്യൂണിക് നഗരം തരിപ്പണമായപ്പോൾ ഇതും തകർന്നുപോയിരുന്നു. ഇവിടെ ഞാൻ ഈ നിൽക്കുന്നിടത്തു നിന്നുകൊണ്ടാണ് മുന്നിലെ ചത്തുരത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കായ നാസികളെ ഹിറ്റ്ലർ അഭിസംബോധന ചെയ്തിരുന്നത്. നാസി പട്ടാളത്തിന്റെ പരേഡുകൾ നടന്നിരുന്നതും ഈ ചത്തുരത്തിലാണ്. ഹിറ്റ്ലർ എന്ന ചെറിയ മനുഷ്യൻ ഈ വേദിയിൽ നിന്ന് മുന്നിലുള്ള അണികളെ ആവേശത്തിൽ ആറാടിക്കും വിധം തീപ്പൊരി പ്രസംഗം നടത്തിയിരുന്നു. ഹിറ്റ്ലർ അധികാരത്തിലേറിയതോടെ തട്ടകം ബെർലിനിലേക്ക് മാറ്റിയെങ്കിലും നാസികൾ ഇവിടം തങ്ങളുടെ വിശുദ്ധ സ്ഥലമായി പ്രഖ്യാപിച്ച് പരിപാലിച്ചു വരികയായിരുന്നു. ലൈബ്രറിക്കാർ കൊണ്ടുവന്നു വെച്ച പുസ്തകങ്ങളും മാഗസിനുകളും പലരും എടുത്തു നോക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. വായനയിൽ നിന്നും ആളുകൾ അകന്നു പോകുന്നുവെന്ന് പരിതപിക്കുകയല്ല വേണ്ടത്. ജനങ്ങളിലേക്ക് വായന എത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള പല പരിപാടികളും യൂറോപ്യൻ നാടുകളിൽ നടക്കുന്നുണ്ട്. സിറ്റി കൗൺസിലോ പബ്ലിക് ലൈബ്രറി അധികാരികളോ ആണ് ആളുകളിലേക്ക് പുസ്തകമെത്തിക്കാൻ ഇത്തരം പരിപാടികൾ നടപ്പാക്കുന്നത്. 1923 നവംബർ 9 നാസികളും ബവേറിയൻ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഹിറ്റ്ലറുടെ 16 അനുയായികൾ കൊല്ലപ്പെട്ടിരുന്നു.
അതിന്റെ കൂടി സ്മരണയ്ക്കായാണ് പിന്നീടുള്ള എല്ലാ വർഷവും നവംബർ 9-ന് നാസികൾ ഇവിടെ വലിയ പരേഡുകൾ സംഘടിപ്പിച്ചു വന്നത്. പുതിയ കാലത്ത് ജർമ്മനിയിലെ നവനാസികൾ ഈ സ്മാരകത്തിൽ ചില ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു. ഒഡിയോൺസ് പ്ലാൻസിന്റെ ചരിത്രം ഓർത്തുകൊണ്ട് അത്തരം മറ്റു സ്ഥലങ്ങളിലേക്ക് സഞ്ചാരം തുടരാനായി വൈകുന്നേരത്തിന്റെ നഗര സൗന്ദര്യത്തിൽ മുഴുകി ഞാൻ അവിടെ നിന്നു.